പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജപമാല എന്ന ആയുധം നൽകിയതിനു ശേഷം എപ്പോഴൊക്കെ വചനപ്രഘോഷണത്തിന് ഇറങ്ങുമ്പോഴും അതിനു മുന്നോടിയായിട്ടൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന പതിവ് വിശുദ്ധ ഡൊമിനിക്കിനുണ്ടായിരുന്നു. ഒരിക്കൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാൾ ദിവസം അദ്ദേഹം ഒരു ദേവാലയത്തിൽ പ്രസംഗിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും തന്നെ ശ്രവിക്കാൻ പോകുന്ന ശ്രോതാക്കൾ അഗാധ പാണ്ഡിത്യമുള്ളവരും ദൈവശാസ്ത്രജ്ഞനുമൊക്കെയാണല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടി. ഈ സമയം പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കൻ പ്രത്യക്ഷപ്പെട്ടു. അമ്മ വിശുദ്ധ ഡൊമിനിക്കിനോട് പറഞ്ഞു, മകനെ, നീ ഒരുങ്ങിയ പ്രസംഗം വളരെ മനോഹരമാണ്. എന്നാൽ അതിനേക്കാൾ മനോഹരമായ ഒരു പ്രസംഗം ഞാൻ നിനക്കായി ഒരുങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് പറഞ്ഞ് പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞു പുസ്തകം വിശുദ്ധ ഡൊമിനിക്കിന് നൽകി. ആ പുസ്തകം നോക്കി അതിലെ കാര്യങ്ങൾ ഗ്രഹിച്ച് വിശുദ്ധ ഡൊമിനിക് അന്നത്തെ വചനപ്രഘോഷണം പൂർത്തിയാക്കി. തിരികെ ഇറങ്ങി വന്ന വിശുദ്ധ ഡൊമിനിക്കിനെ കാത്ത് പരിശുദ്ധ അമ്മയും ഈശോയും നിൽപ്പുണ്ടായി.